യാ നാറു കൂനീ ബർദൻ വസലാമൻ അലാ അമ്മാർ കമാ കുന്തി അലാ ഖലീലില്ലാഹി ഇബ്രാഹീം. തീയെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഇസ്ലാമിന് നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി തീക്കുണ്ടിലിട്ടപ്പോൾ ആ തീ നല്ല സലാമത്തായ രക്ഷയായ തണുപ്പായതുപോലെ അമ്മാറിൻ്റെ മേലും നീ ബർദുൻ സലാമാകണം, നല്ല രക്ഷയുള്ളതായ തണുപ്പാകണമെന്ന് പറഞ്ഞപ്പോൾ തീ കെട്ടുപോയി. അതുപോലെ തന്നെ യാസിർ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾക്കുള്ളതായ മർദ്ദനമേറ്റ് വഫാത്തായി മരിച്ചുപോയി. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മാതാവ് സുമയ്യ റളിയല്ലാഹു തആല അൻഹുവിനെ പല നിരക്കും ഉപദ്രവിച്ചു, ശിക്ഷിച്ചു. അപ്പോഴൊന്നും സുമയ്യ റളിയല്ലാഹു തആല അൻഹു വിശ്വാസത്തിൽ നിന്ന് പിന്മാറില്ല. അവസാനമായി സുമയ്യ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബക്കാർ ശിക്ഷിക്കാൻ വേണ്ടി അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിനെ ഏൽപ്പിച്ചു. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പല നിലക്കും ഉപദ്രവിച്ചു, പക്ഷേ പിന്മാറില്ല. അവസാനമായി സുമയ്യ റളിയല്ലാഹു തആല അൻഹുവിനെ മലർത്തിക്കിടത്തി മഹദിയുടെ മുൻദ്വാരത്തിൽ ആയുധം കയറ്റി, സുമയ്യ നീ മുഹമ്മദിൻ്റെ ഭംഗി കണ്ട് വിശ്വസിച്ചവളാണ്, നീ പിന്മാറ് എന്ന് പറഞ്ഞപ്പോഴും സുമയ്യ റളിയല്ലാഹു തആല അൻഹ വിശ്വാസത്തിൽ നിന്ന് പിന്മാറില്ല, ഷഹീദായി. അപ്പോഴൊന്നും യുദ്ധം ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല, അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല. അപ്പോൾ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതായ മതമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നിർബന്ധ സാഹചര്യത്തിൽ മാത്രമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയും ശത്രുക്കൾ ഇടങ്ങേറാക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് അറിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ യുദ്ധത്തിന് വേണ്ടി അനുവാദം നൽകി. അങ്ങനെ പല യുദ്ധങ്ങളും നബിയും സഹാബത്തും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാത്തതായ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തതായ യുദ്ധത്തിന് ഗസ്വത്തെന്നും പങ്കെടുക്കാത്ത യുദ്ധത്തിന് സരിയത്തെന്നും അറബിൽ പറയും. അങ്ങനെയുള്ള യുദ്ധങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം, ബദറുൽ കുബ്ര. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വളരെയധികം ശക്തി ഉണ്ടാക്കിയിരിക്കുന്നതായ യുദ്ധമാണ് ബദർ യുദ്ധം. ഹിജ്റാൻ്റെ 2-ാമത്തെ കൊല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് 18 മാസം കഴിഞ്ഞ് 19-ാമത്തെ മാസത്തിലാണ് ബദർ യുദ്ധമുണ്ടായത്. റമദാൻ മാസം 17 അന്ന് വെള്ളിയാഴ്ചയാണ് ആ യുദ്ധമുണ്ടായത്. വളരെയധികം മഹത്വം കുറിക്കുന്നതായ യുദ്ധമാണിത്. ദീനുൽ ഇസ്ലാമിന് വളരെ ശക്തി ഉണ്ടാക്കിയതായ യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അതിൻ്റെ കാരണം ഖുറൈശികൾ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ കച്ചവടത്തിന് വേണ്ടി ഒരു സംഘത്തിനെ അയച്ചിരുന്നു ഷാമിലേക്ക്. അബൂ സുഫിയാൻ അന്ന് വിശ്വസിച്ചിട്ടില്ല, അതിൻ്റെ ശേഷം വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ അബൂ സുഫിയാനും കൂട്ടും ഷാമിൽ പോയി കച്ചവടം ചെയ്ത് വളരെയധികം ലാഭം കരസ്ഥമാക്കി തിരിച്ചു വരുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുള്ളതായ ആ സമ്പത്ത്, കച്ചവട ചരക്കുകൾ
കുടിക്കാൻ വേണ്ടി നബിയും സഹാബത്തും ഒരുങ്ങി. കാരണം സഹാബാക്രാമിൻ്റെ എത്രയോ മതിലുകൾ നശിപ്പിച്ചവരാണവർ, ആക്രമിച്ചവരാണ്. അതിന് പ്രതികാരമെന്ന നിലക്ക് അവർക്കുള്ള സമ്പത്തെല്ലാം പൊടിച്ച് സഹാബാക്രാമിലേക്ക് ഓഹരി ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് നബി ഉദ്ദേശിച്ചത്. അങ്ങനെ നബിയും കുറച്ച് സഹാബത്തും പുറപ്പെട്ടപ്പോൾ ഈ വിവരം അബൂ സുഫിയാനിന് ലഭ്യമായി, അറിഞ്ഞു. അങ്ങനെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരാളെ വാടകയ്ക്ക് വിളിച്ച് ഖുറൈശികൾക്ക് വിവരമറിയിക്കാൻ വേണ്ടി ഒരാളെ അയച്ചു. ലംലം ഇബ്നു അംറുൽ ഗഫാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് കുറേ കൂലി കൊടുത്ത് പെട്ടെന്ന് മക്കയിലേക്ക് പോയി ഖുറൈശികൾക്ക് വിവരം കൊടുക്കണം, മുഹമ്മദും കൂട്ടും നിങ്ങൾക്കുള്ളതായ കച്ചവടച്ചരക്ക് കൈവശപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം എത്തിച്ചു കൊടുക്കണമെന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ലംലമിനെ പറഞ്ഞയച്ചു. അങ്ങനെ ലംലം എന്നാൾ മക്കയിലേക്ക് പെട്ടെന്ന് പോയി വിവരമറിയിച്ചപ്പോൾ മക്ക ഖുറൈശികൾ എല്ലാവരും ഒരുമിച്ച് കൂടി നബിനെയും സഹാബത്തിനോടും യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടി പുറപ്പെടുകയാണ്. 1000-ഓളം വരുന്നതായ ഖുറൈശികൾ, വലിയ വലിയ വമ്പന്മാർ, എല്ലാ ഒരുക്കത്തോടു കൂടി മാഹും 100 ഫറസ്, 100 കുതിര, 600 പടങ്കി ധരിച്ചിരിക്കുന്നതായ യുദ്ധശാലികൾ, അതുപോലെ തന്നെ 700 യുദ്ധത്തിന് വേണ്ടിയുള്ള ഒട്ടകങ്ങൾ, എല്ലാ ഒരുക്കത്തോടു കൂടിയും എല്ലാ തയ്യാറെടുപ്പോടു കൂടിയും പുറപ്പെട്ടു. വലിയ വലിയ മഹാന്മാരെല്ലാം അബൂജഹൽ, ലഅനത്തുല്ലാഹി അലൈഹി, ഉത്ബത്ത്, ഷൈബത്ത് പോലോത്തിരിക്കുന്നതായ വലിയ വലിയ നേതാക്കന്മാരെല്ലാം കൂട്ടത്തിലുണ്ട്. കൂട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും ആക്ഷേപിച്ചും കൊണ്ട് പാട്ടുപാടി, രാഗം മണിച്ച് പാട്ടുപാടി ദഫ് മുട്ടുന്നതായ വെള്ളാട്ടി സ്ത്രീകളുമുണ്ട്. കള്ളും കുടിച്ച് അഹങ്കരിച്ചതാ നിലക്ക് മുഹമ്മദിനെയും കൂട്ടരെയും ഒന്നടങ്കം നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുറപ്പെട്ടു. അവർക്കുള്ളതായ പുറപ്പെടലിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്റൻ വരിആഅൻ നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. വലാ തകൂനൂ, നിങ്ങൾ ആവരുത്, കല്ലദീന, ഒരു കൂട്ടരെ പോലാകരുത്. സഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അറിയിക്കുകയാണ്, നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കൂട്ടരെ പോലാകരുത്. ഖറജൂ മിൻ ദിയാരിഹിം, അവരുടെ നാടുകളിൽ നിന്ന് അവർ പുറപ്പെട്ടിരിക്കുന്നു. ബത്റൻ വരിആഅൻ നാസ്, അഹങ്കരിച്ചവരാ നിലക്കും ജനങ്ങൾക്ക് കാണിക്കുന്നവരാ നിലക്കും ധിക്കരിച്ചവരാ നിലക്കും അള്ളാഹുവിൻ്റെ വഴിയെ തൊട്ട് തടയുന്നവരാ നിലക്കും പുറപ്പെട്ടവരെ പോലെ നിങ്ങളാകരുത്. വല്ലാഹു മുഹീത്തും, അല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, അവർ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തികളെ കൊണ്ടും അല്ലാഹു തആല ചുറ്ററിയുന്നവനാണ്. അതുപോലെ നിങ്ങളാവരുത് എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആ യാത്രയിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിരിവിരിയിരിക്കുന്ന മഹാന്മാരായ നേതാക്കന്മാർ 12ഓളം വരുന്നതായ നേതാക്കന്മാർ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, ഷൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ന റബീഅ. ഉത്ബത്തും ഷൈബത്തും റബീഅത്തിൻ്റെ 2 മക്കളാണ്. ഹക്കീം ഇബ്നു ഹിസാം, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അന്ന് വിശ്വസിച്ചിട്ടില്ല, അതിന് ശേഷമാണ് വിശ്വസിച്ചത്. അബുൽ ബഖ്തരി, സുമഅത്ത് ഇബ്നുൽ അസ്വദ്, ഉബയ്യ് ഇബ്നു ഖലഫ്, ഉമയ്യത്ത് ഇബ്നു ഖലഫ്, നദർ ഇബ്നുൽ ഹാരിസ്, നബീഹ്, മുനബ്ബിഹ്, ഇബ്നുൽ ഹജ്ജാജ്. ഹജ്ജാജിൻ്റെ 2 മക്കളാണ്. ഇവരാണ് ആ യുദ്ധത്തിൻ്റെ പട്ടാളക്കാർക്ക് ഭക്ഷണം നൽകിയിരുന്നത്. ഓരോരുത്തരും ഓരോ ദിവസവും 10 ഒട്ടകങ്ങളർത്ത് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നു. 12 ആളെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹ് ഫസയുൻഫിഖൂനഹാ സുമ്മ തകൂനു അലൈഹിം ഹസ്റ സുമ്മ യുഗ്ലബൂൻ. നിശ്ചയമായിട്ടും കാഫിര്യങ്ങളായ കൂട്ടർ അവർക്കുള്ളതായ സമ്പത്തുകൾ അവർ ചിലവാക്കും. അള്ളാഹുവിൻ്റെ വയ്യത്തോട് തടയാൻ വേണ്ടി അവർ അതിനെ ചിലവാക്കുന്നവരാണ്. പിന്നെ അത് അവരുടെ മേൽ ഖേദകരമാകും, പിന്നെ അവരെ പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആനിൽ ഈ 12 തമ്മാടികളെപ്പറ്റി അല്ലാഹു തആല പറയുകയാണ്. അങ്ങനെ എല്ലാ ഒരുക്കത്തോടു കൂടിയും അഹങ്കരിച്ചവരായിട്ട്, ധിക്കരിച്ചവരായിട്ട് നബിനെയും സഹാബത്തിനെയും പാടെ നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുറപ്പെട്ടു. സഹാബത്താണെങ്കിൽ കുറഞ്ഞ ആൾക്കാരാണ്. കാന ഇദ്ദത്തുല്ലദീന ഖറജൂ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 313. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി പുറപ്പെട്ടതായ സഹാബികൾക്കുള്ളതായ എണ്ണം 313 യാതൊരു ഒരുക്കവുമില്ല. ഈ 313 ആൾക്കാരിൽ അൻസാറുകളാണ് ജാസ്തി. 207 അൻസാറുകളും ബാക്കിയുള്ളവർ മുഹാജിറുകളുമാണ്. ഖുറൈശികളുടെ കൂടെ 700 ഒട്ടകങ്ങൾ ഉണ്ടാകുമ്പോൾ നബിയും സഹാബത്തിൻ്റെ കൂടെ വെറും 70 ഒട്ടകങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 5 കുതിരകൾ മാത്രമാണ് ഉണ്ടായത്. യാതൊരു ഒരുക്കവുമില്ല. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 സഹാബികളും ഈ 1000ഓളം വരുന്നതായ ശത്രുക്കളോടുകൂടി പോരാടാൻ വേണ്ടി പുറപ്പെട്ടു. ಈ ವಿಡಿಯೋವನ್ನು ವೀಕ್ಷಿಸಿದ ವೀಕ್ಷಕರೇ, ಲೈಕ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ ಹಾಗೂ ಕಮೆಂಟ್ ಮೂಲಕ ನಿಮ್ಮ ಅಭಿಪ್ರಾಯಗಳನ್ನು ತಿಳಿಸಿ.